Hi students, today we are going to study about POS. POS means product of max terms, or it is also known as product of sums. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് SOP ആയിരുന്നു, സം ഓഫ് പ്രൊഡക്ട്സ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് പ്രൊഡക്റ്റ് ഓഫ് സം. ഒരുപാട് സം ടേംസിൻ്റെ, ഒരുപാട് ഓർ ടേംസിൻ്റെ ആൻഡ് ആണ് പഠിക്കുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൻഡ്, അതാണ് POS എന്ന് പറയുന്നത്. എ POS എക്സ്പ്രഷൻ ഇസ് എ മാക്സ് ടേം. അപ്പോൾ POS എന്ന് പറയുമ്പോൾ ആ എക്സ്പ്രഷൻ്റെ അകത്ത് എന്താണ് ഉണ്ടാവുക? മാക്സ് ടേം ആണ് ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള SOPയിൽ മിൻ ടേംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ POS എക്സ്പ്രഷൻ ഇസ് എ മാക്സ് ടേം or several max terms logically multiplied together. ഒരുപാട് several max terms ഉണ്ടാവും. ആ several max terms ഒക്കെ, max terms എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓർ ടേം ആണ് അല്ലേ? അപ്പോൾ several max terms എന്ത് ചെയ്തിട്ടുണ്ടാവും? ലോജിക്കലി ആൻഡ് ചെയ്തിട്ടുണ്ടാവും, ഓർ ലോജിക്കലി മൾട്ടിപ്ലൈഡ് ടുഗെദർ. അപ്പോൾ നമുക്കൊരു ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടിയാൽ, ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ബൂളിയൻ വേരിയബിൾസ് ഉണ്ടാവും, ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് POS ഫോമിലേക്ക് മാറ്റുക? അത് കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. കൺസ്ട്രക്ട് ട്രൂത്ത് ടേബിൾ ഫോർ ദ ഗിവൺ എക്സ്പ്രഷൻ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? മാക്സ് ടേം, ആ ട്രൂത്ത് ടേബിളിൽ നമ്മൾ മാക്സ് ടേമിനെ ഫോം ചെയ്യണം. മാക്സ് ടേം എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് വേരിയബിൾസ് ആണ് വിച്ച് പ്രൊഡ്യൂസസ് എ സീറോ ഇൻ ദ ഫംഗ്ഷൻ. നമ്മുടെ ട്രൂത്ത് ടേബിളിൻ്റെ ഫംഗ്ഷൻ്റെ അകത്ത് സീറോ ലഭിക്കുന്നതിന്, സീറോ ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. ട്രൂത്ത് ടേബിളിൽ ബൂളിയൻ ഫംഗ്ഷന് സീറോ വാല്യൂ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സീറോ വാല്യൂ ലഭിക്കാൻ കാരണമായിട്ടുള്ള പോസിബിൾ കോമ്പിനേഷൻ ഏതാണെന്ന് നോക്കുക. അതായിരിക്കും മാക്സ് ടേം ആയിട്ട് വരിക. നമ്മളെ SOPയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. SOPയിൽ നമ്മളെ ട്രൂത്ത് ടേബിളിൽ ബൂളിയൻ ഫംഗ്ഷൻ 1 വരുന്നുണ്ടെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പോസിബിൾ കോമ്പിനേഷനാണ് നമ്മൾ എടുത്തത്. അത് മിൻ ടേംസ് ആണ്. ഇവിടെ നമുക്ക് POSൻ്റെ അകത്ത് നമ്മുടെ ട്രൂത്ത് ടേബിള് ബൂളിയൻ ഫംഗ്ഷന് നേരെ 0 വരികയാണെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന പോസിബിൾ കോമ്പിനേഷൻ ആണ് നമ്മൾ എടുക്കുക. അത് മാക്സ് ടേം ആയിട്ടാണ് എടുക്കുക. അങ്ങനെ നമുക്ക് ഒരുപാട് മാക്സ് ടേം കിട്ടിക്കഴിഞ്ഞാൽ ആ മാക്സ് ടേമിനെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആൻഡ് ചെയ്യുക. ആൻഡ് ഓഫ് ഓൾ മാക്സ് ടേംസ് ഒബ്റ്റെയിൻഡ് ഇൻ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൽ നമുക്ക് ലഭിക്കുന്ന എന്താണ്? കുറേ മാക്സ് ടേംസ് ആണ്. ആ മാക്സ് ടേംസിനെ എന്ത് ചെയ്യുക? ആൻഡ് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ഫോളോയിങ് ട്രൂത്ത് ടേബിൾ. ഓക്കെ, അപ്പോൾ ഒരു ട്രൂത്ത് ടേബിൾ വരച്ചിട്ടുണ്ട്. 2 ബൂളിയൻ ഫംഗ്ഷൻ്റെ ട്രൂത്ത് ടേബിളാണ് വരച്ചിട്ടുള്ളത്. F1 എന്ന് പറയുന്ന ഒരു ബൂളിയൻ ഫംഗ്ഷനുണ്ട്, F2 എന്ന് പറയുന്ന ബൂളിയൻ ഫംഗ്ഷനുണ്ട്. അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് F1, ഇൻ ദ കേസ് ഓഫ് F1ൻ്റെ കേസിൽ 0 വരുന്നത്, ഇവിടെ 0 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ആ 0ന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന പോസിബിൾ കോമ്പിനേഷൻസ് 0 0 0 ആണ്. അതാണ് പോസിബിൾ കോമ്പിനേഷൻ 0 0 0. ദെൻ നെക്സ്റ്റ് F1ൽ ഫംഗ്ഷൻ 0 ആകുന്നത്, F1 0 ആകുന്നത് ഇവിടെ F1 0 ആകുന്നുണ്ട്. അതിന് പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ 0 1 0 ആണ്. അപ്പോൾ നമ്മളിവിടെ 0 1 0. ഇനി നെക്സ്റ്റ് ഇവിടെയും 0 ആവുന്നുണ്ട്. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പോസിബിൾ കോമ്പിനേഷൻ പറയുന്നത് 0 1 1 ആണ്. ഓക്കെ, 0 1 1. ദെൻ നെക്സ്റ്റ് നമ്മുടെ F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ 0 ആയിട്ടുണ്ട്. പിന്നെ എന്താണ്? ഇവിടെയും 0 ആയിട്ടുണ്ട്. ഓക്കെ, അതിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന എന്താണ്? 1 0 1ഉം 1 1 1 1 1 0യും 1 0 1ഉം 1 1 0. അങ്ങനെ നമുക്ക് 5 കോമ്പിനേഷൻസ് നമ്മൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ മാക്സ് ടേംസ്, അതിൻ്റെ കറസ്പോണ്ടിങ് മാക്സ് ടേംസ് എന്ന് പറയുന്നത് 0 വരികയാണെങ്കിൽ കോംപ്ലിമെന്റ് ഫോം ആയിരിക്കില്ല. പക്ഷെങ്കിൽ SOPയിൽ 0 വരികയാണെങ്കിൽ കോംപ്ലിമെന്റ് ഫോമും 1 വരികയാണെങ്കിൽ അൺകോംപ്ലിമെന്റ്, അങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള SOPയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് POS എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ 0 0 0 വന്നു കഴിഞ്ഞാൽ അതിന്റെ മാക്സ് ടേം എന്ന് പറയുന്നത് എ ഓർ ബി ഓർ സി ആണ്. മാക്സ് ടേം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സമ്മാണ്. സം ചെയ്യുന്നു ഒരു ടേമിന്, എനെയും ബിനെയും സിനെയും ടേം സം ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് 0 1 0. 0 1 0ന്റെ ഇക്വലന്റ് ആയിട്ടുള്ള മാക്സ് ടേംസ് എന്ന് പറയുന്നത് എ അവിടെ 0 ആണ്, സോ എ. ദെൻ ബി എന്ന് പറയുന്നത് അവിടെ 1 ആണ്, സോ ബി കോംപ്ലിമെന്റ്. ദെൻ സി എന്ന് പറയുന്നത് 0 ആണ്, അപ്പോൾ സി ഇറ്റ്സെൽഫ്. ഇനി നെക്സ്റ്റ് വരുന്നത് 0 1 1 ആണ്. 0 1 1 എന്ന് പറയുന്നത് എ ഓർ ബി കോംപ്ലിമെന്റ് ഓർ സി കോംപ്ലിമെന്റ്, കാരണം ബിയും സിയും അവിടെ 1 ആണ്. ഇനി 1 0 1ന്റെ അകത്ത് എ 1 ആണ്, സി 1 ആണ്, സോ എ കോംപ്ലിമെന്റ് ആയിരിക്കും, സി കോംപ്ലിമെന്റ് ആയിരിക്കും. അപ്പോൾ എ കോംപ്ലിമെന്റ് ഓർ ബി ഓർ സി കോംപ്ലിമെന്റ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കോമ്പിനേഷൻ കിട്ടിയിട്ടുള്ളത് 1 1 0 ആണ്. 1 1 0ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ അല്ലേ, എ കോംപ്ലിമെന്റ് ആയിരിക്കും, ബി കോംപ്ലിമെന്റ് ആയിരിക്കും, സി കോംപ്ലിമെന്റ് അല്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ടേം എന്താണ്? എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് സി ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും മാക്സ് ടേംസിനാ നമുക്ക് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷനാ, ബൂളിയൻ എക്സ്പ്രഷനാ നമുക്ക് ഏത് രീതിയിൽ നമ്മൾ മാറ്റി? കാനോനിക്കൽ പോസ് ഫോം. പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് സംസ്. പ്രൊഡക്റ്റ് ഓഫ് സം. അപ്പോൾ ഒരുപാട് സം ടേംസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അതിനെ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഓഫ് സംസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതാ F1 is equal to A or B or C and A or B complement or C and A or B complement or C complement and A complement or B or C complement and A complement or B complement or C. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 5 ടേംസ് ആണിത്. നമുക്ക് കിട്ടിയിട്ടുള്ള 5 മാക്സ് ടേംസ്. ആ 5 മാക്സ് ടേംസിനെയും നമ്മൾ ആൻഡ് ചെയ്തു. ഇവിടെയൊക്കെ എന്താണ് ചെയ്തത്? ആൻഡ് ഓപ്പറേഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന്? POS. POS എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് സംസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കാനോനിക്കൽ ഫോമിൽ നമ്മൾ മിൻ ടേംസ് മാക്സ് ടേംസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മിൻ ടേംസ് ഈസ് റെപ്രസെന്റഡ് ആസ് സ്മോൾ എം. മാക്സ് ടേംസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എമ്മിലാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഹിയർ എ എന്ന് പറയുന്നത് എന്താണ്? 0 0 0 അല്ലേ? ഇവിടെ എല്ലാം എന്താണ്? 0 0 0 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മാക്സ് ടേം എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എം 0 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ വരുന്നത് എന്താണ്? 0 1 0 വരുന്നുണ്ട് അല്ലേ? 0 1 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറി. അതിന്റെ ഈക്വലന്റ് ആയിട്ട് വരുന്നത് 2 ആണ് അല്ലേ? അപ്പോൾ M2 മാക്സ് ടേം M2 വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്താ വന്നത്? 0 1 1. 0 1 1 എന്ന് പറഞ്ഞാൽ ഡെസിമൽ 3 ആണ്. അപ്പോൾ M3 ആണ് എഴുതിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 0 1. 1 0 1 എന്ന് പറയുന്നത് 5 ആണ്. ഡെസിമൽ 1 0 1 എന്ന് പറയുന്നത് 5 ആണ്, സോ M5. നെക്സ്റ്റ് ഇവിടെ എന്താ വന്നുള്ളത്? 1 1 1 1 0. 1 1 0 എന്ന് പറയുന്നത് 6 ആണ്, M6. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മാക്സ് ടേംസ് ആണ് ഇത്. F1 is equal to M0 and M2 and M3 and M5 and M6. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച പോലെ തന്നെ നമ്മൾ SOP നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ POS നമുക്ക് ഷോർട്ട് ഫോമിൽ എഴുതാം. F1 of A, B, C is equal to pi of capital M എന്താണ്? 0 2 3 5 6. ഇവിടെ പൈ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രൊഡക്റ്റ് സിമ്പിൾ ആണ് പൈ. SOPയിൽ സം ഓഫ് പ്രൊഡക്ട്സ് നമ്മൾ സിഗ്മയാണ് ഉപയോഗിച്ചത് അല്ലെ? സമ്മ്. ഇവിടെ പ്രൊഡക്റ്റ് ആണ് ചെയ്യേണ്ടത്. ഇതിനെയൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുക. ഈ ഇത്രയും മാക്സ് ടേംസിനെ പ്രൊഡക്റ്റ് ചെയ്യുക എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? അപ്പൊ ഇത് ഏതൊക്കെ മാക്സ് ടേംസ് ആണ് വരിക? M0 വരും, M2 വരും, M3 വരും, M5 വരും, M6 വരും. അപ്പൊ POSൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 വരികയാണെങ്കിൽ അത് അൺപ്രൈം ആയിരിക്കും, 1 വരുമായിരിക്കുമ്പോൾ അത് പ്രൈം ആയിരിക്കും. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്.
നെക്സ്റ്റ് നമുക്ക് F2 അതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ ട്രൂത്ത് ടേബിളിൽ രണ്ട് ബൂളിയൻ ഫംഗ്ഷന്റെ ട്രൂത്ത് ടേബിളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്, F1ഉം F2. ഇനി F2ന്റെ നമുക്ക് മാക്സ് ടേംസ് കണ്ടുപിടിക്കാം. കാരണം ഇവിടെ എത്ര വരുന്നുണ്ട്, 0 വരുന്നുണ്ട്. അപ്പം അതിന് പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് കണ്ടുപിടിക്കാം. മാക്സ് ടേമിന് ഇവിടെ 0 വരുന്നുണ്ട്. 0ന്റെ ഇക്വലൻ്റ് ആയിട്ട് വരുന്ന പോസിബിൾ കോമ്പിനേഷൻ ഇപ്പോൾ 3 ദെൻ 4 zeros വരുന്നുണ്ട് അല്ലേ, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പോസിബിൾ കോമ്പിനേഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഇവിടെ F2 എഴുതിയിട്ടുള്ളത്. Similarly F2 can be expressed in its post form. F2 is equal to 4 terms ആണ് വന്നിട്ടുള്ളത് അല്ലേ, അതിൻ്റെ രീതിയിൽ എഴുതി. നെക്സ്റ്റ് F2നെ നമുക്കിവിടെ A or B or C എന്ന് പറയുന്നത് 0 0 0 ആണ്, ദാറ്റ് ഈസ് M0. ദെൻ ഹിയർ ഏതാ ടേം വരുന്നത്, 0 0 1 ആണ് വരുന്നത് അല്ലേ. 0 0 1 എന്ന് പറയുന്നത് M1 ആണ്. ദെൻ നെക്സ്റ്റ് ഇവിടെ വരുന്നത് 0 1 0 ആണ്. 0 1 0 എന്ന് പറയുന്നത് 2 ആണ്, ദാറ്റ് ഈസ് M2. ദെൻ നെക്സ്റ്റ് ഇവിടെ വരുന്നത് 1 0 0 ആണ് അല്ലേ. അപ്പോൾ 1 0 0 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 നമുക്ക് M0 M1 M2 M4 എന്ന് പറയുന്നത് 4 മാക്സ് ടേംസ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് എഴുതാം F2 ഓഫ് A B, C is equal to product M, capital M ഉപയോഗിക്കണം. product of max terms ആണ് അല്ലേ, capital M of 0 1 2 4. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിൾ വഴി നമുക്ക് എങ്ങനെ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു POS ഫോമിൽ നമുക്ക് എഴുതാം എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ SOPൻ്റെ അകത്തും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു തന്നിരിക്കുന്ന ഒരു ബൂളിയൻ ഫംഗ്ഷനാ കാനോണിക്കൽ ഫോമിൽ എഴുതിയിട്ടുണ്ട്, കാനോണിക്കൽ SOP ഫോമിൽ അല്ലേ. പിന്നെ അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ നമ്മൾ ആൾജിബ്രേക്കലി അത് എങ്ങനെയാണ് ഒരു ബൂളിയൻ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ആൾജിബ്രേക്കലി ട്രൂത്ത് ടേബിൾ ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ SOP കാനോണിക്കൽ SOP ഫോമിലേക്ക് എഴുതാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ POSഉം algebraically without using truth table, how to make a boolean function into standard or canonical POS form. അതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ alternatively algebraic method can be employed to express a given boolean expression in its POS form. boolean expression നമുക്ക് POS ഫോമിലാക്കാൻ വേണ്ടിയിട്ട് algebraic method യൂസ് ചെയ്യാം. In order to express a boolean function in its POS form, it must first be brought into a form of OR terms. കാരണം അത് നമ്മൾ എന്താക്കുക, OR termsലാക്കി മാറ്റുക. നിങ്ങൾ തന്നിട്ടുള്ള ബൂളിയൻ ഫംഗ്ഷനെ നമ്മൾ OR terms മാക്സിമം അത് OR termsലാക്കി മാറ്റുക. എന്നിട്ട് നമുക്കിപ്പോൾ OR termലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ബൂളിയൻ ഫംഗ്ഷന്റെ മുകളിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ലോ പഠിച്ചിട്ടുണ്ട് അല്ലേ, കുറെ തിയറംസ് ആൻഡ് ലോസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് OR termsലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ബൂളിയൻ ഫംഗ്ഷനാണ്. അപ്പോൾ OR termin ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, A or B or C, സോറി A or B and C. A or B and C എന്ന് പറയുന്നത് A or B and A or C ആയിരിക്കും. ദിസ് ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ അപ്പോൾ OR terms ആക്കി മാറ്റിയിട്ടുണ്ട്. A or B എന്ന് പറയുന്നത് ഒരു OR term ആണ്, A or C എന്ന് പറയുന്നത് വേറൊരു OR term ആണ്. OR term ആക്കി മാറ്റിയിട്ട് ഈ OR termൽ ഏത് വേരിയബിൾ ആണോ മിസ് ചെയ്യുന്നത്, ഇപ്പം തന്നിരിക്കുന്ന ബൂളിയൻ ഫംഗ്ഷൻ A or B and C ആണെങ്കിൽ അവിടെ 3 വേരിയബിൾ ആണുള്ളത്, A B C ആണുള്ളത്. അപ്പം ഏത് ടേമിലാണ് ഇപ്പം നമുക്ക് 2 ടേം കിട്ടിയിട്ടുണ്ട്. അപ്പം 2 ടേമിൽ ഏത് വേരിയബിൾ ആണോ മിസ്സിംഗ് ആയിട്ടുള്ളത് ആ മിസ്സിംഗ് വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിനോടൊപ്പം OR ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഈ ഒരു ടേമിൽ A or B എന്ന് പറയുന്ന ടേമിൽ മിസ്സിംഗ് ആയിട്ടുള്ള വേരിയബിൾ എന്ന് പറയുന്നത് C ആണ് അല്ലേ. അപ്പൊ C and C കോംപ്ലിമെന്റ് അതിനോടൊപ്പം OR ചെയ്യുക, C or C കോംപ്ലിമെന്റ് അതിനോടൊപ്പം OR ചെയ്യുക. ഇപ്പം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A or B ആണ്. ഓക്കെ, അപ്പോൾ ആ A or B എന്ന് പറയുന്ന ഫസ്റ്റ് ടേമിൽ C എന്ന് പറയുന്ന വേരിയബിൾ മിസ്സിംഗ് ആണ്. സോ നമ്മൾ അതിൻ്റെയോടൊപ്പം എന്ത് ചെയ്യുക, OR ചെയ്യുക. എന്താണ് OR ചെയ്യേണ്ടത്, C
ആൻഡ് സി കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് 0 അല്ലെ. സി ആൻഡ് സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അതെന്ത് ചെയ്യുക, ഓർ ചെയ്യുക. എന്നിട്ട് പിന്നെയും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഓർ ബി ഓർ സി ആൻഡ് എ ഓർ ബി ഓർ സി കോംപ്ലിമെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു മിസ്സിംഗ് വേരിയബിൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മിസ്സിംഗ് വേരിയബിൾ ചിലപ്പം സപ്പോസ് എ ആണ് മിസ്സിംഗ് വേരിയബിൾ എന്ന് കരുതുക. അപ്പം നമ്മൾ എന്താ, ഓർ ടേം ഈസ് ഓർഡ് വിട്ട് ആ ഓർ ടേമിൻ്റെയോടൊപ്പം എന്ത് ഓർ ചെയ്യുക, എ ആൻഡ് എ കോംപ്ലിമെന്റ്. എ ആൻഡ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ദിസ് പ്രൊസീജിയർ ഈസ് ക്ലാരിഫൈഡ് ബൈ ദ ഫോളോയിങ് എക്സാമ്പിൾ. താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വളരെ നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നോക്കുക, എക്സാമ്പിൾ എക്സ്പ്രസ് ദ ബൂളിയൻ ഫംഗ്ഷൻ. എക്സ്പ്രസ് ദ ബൂളിയൻ ഫംഗ്ഷൻ. ഒരു ബൂളിയൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഈക്വൽ ടു എ ബി ഓർ എ കോംപ്ലിമെന്റ് സി ഇൻ കാനോനിക്കൽ പോസ് ഫോം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ മാക്സിമം ഓർ ടേംസിലാക്കിയിട്ട് ഇതിനെ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു എ ബി ഓർ എ കോംപ്ലിമെന്റ് സി ആണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ബി ഓർ എ കോംപ്ലിമെന്റ് എന്ന് കിട്ടും. ആൻഡ് എന്ത് കിട്ടും, എ ബി ഓർ സി എന്ന് കിട്ടും. ആൻഡ് എ ബി ഓർ സി, രണ്ട് ടേംസ് കിട്ടി. ഓക്കെ, വീണ്ടും ഇതിന്റെ മുകളിൽ നമ്മൾ ഈ ഒരു ടേമിന്റെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം, എ ഓർ എ ആൻഡ് എ ഓർ ബി കിട്ടും. അപ്പോൾ നമുക്ക് എ കോംപ്ലിമെന്റ് ഓർ എയും ആൻഡ് എ കോംപ്ലിമെന്റ് ഓർ ബി കിട്ടും. ഇനി ഈ ഒരു ടേമിന്റെ മുകളിൽ എ ബി ഓർ സിന്റെ മുകളിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഓർ സി ആൻഡ് ബി ഓർ സി എന്ന് പറയുന്ന രണ്ട് ടേംസ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എ ഓർ എ എന്ന് പറയുന്നത് 1 ആണ്. സോ അത് 1 ആയതുകൊണ്ട് അത് നമുക്ക് പിന്നീട് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് 3 ടേംസ് ആണ് ബാക്കിയുള്ളത് അല്ലേ. എ കോംപ്ലിമെന്റ് ഓർ ബി, എ ഓർ സി ആൻഡ് ബി ഓർ സി. 3 ടേംസ് ആണുള്ളത്, ഓർ ടേംസ്. അപ്പോൾ ഈ ഒരു ബൂളിയൻ ഫംഗ്ഷൻ്റെ അകത്ത് എത്ര വേരിയബിൾസ് ഉള്ളത്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മിസ്സിംഗ് ആയിട്ടുള്ള ടേംസ്. ഓരോ ടേമും നമുക്ക് എടുത്തത് ഇപ്പോൾ 3 ടേംസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഓർ ബി ആണ്. ദാറ്റ് ഈസ് മിസ്സിംഗ് വിത്ത് സി അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എ കോംപ്ലിമെന്റ് ഓർ ബിൻ്റെയോടൊപ്പം ഓർ ചെയ്യുന്നു. എന്താണ് ഓർ ചെയ്യുന്നത്, സി ആൻഡ് സി കോംപ്ലിമെന്റ്. സി ആൻഡ് സി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്കിവിടെ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, എ കോംപ്ലിമെന്റ് ബി ഓർ സി ആൻഡ് എ കോംപ്ലിമെന്റ് ബി ഓർ സി കോംപ്ലിമെന്റ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ടേം എന്താണ്, എ ഓർ സി ആണ്. അപ്പോൾ എ ഓർ സിൻ്റെ അകത്ത് മിസ്സിംഗ് ആയിട്ടുള്ളത് ബി ആണ്. സോ ബി ആൻഡ് ബി കോംപ്ലിമെന്റ് ഇതിനോടൊപ്പം ഓർ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം, എ ഓർ ബി ഓർ സി ആൻഡ് എ ഓർ ബി കോംപ്ലിമെന്റ് ഓർ സി ആണ് കിട്ടുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കിട്ടി അല്ലേ. ഇനി മൂന്നാമത്തെ ടേം എന്താ പറയുന്നത്, ബി ഓർ സി ആണ്. ബി ഓർ സിയിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് എ ആണ്. സോ എ ആൻഡ് എ കോംപ്ലിമെന്റ് അതിനോടൊപ്പം ഓർ ചെയ്തു. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബി ഓർ സി ഓർ എ കിട്ടും അല്ലേ. ആൻഡ് പിന്നെ എന്താ കിട്ടുക, ബി ഓർ സി ഓർ എ കോംപ്ലിമെന്റ് കിട്ടും. ഓക്കെ, അത് നമ്മൾ തിരിച്ച് എഴുതിയതാണ്. എ ആദ്യം വരുന്ന രീതിയിൽ എഴുതി, പിന്നെ ബി അങ്ങനെ രീതിയിൽ എഴുതി. അപ്പോൾ നമുക്ക് ഇത്രയും ടേംസ് ആണ് കിട്ടിയുള്ളത്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഈ എല്ലാ ടേംസും നമ്മൾ ഇവിടെ എടുത്തെഴുതാം. റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടേംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടേംസ് എ ഓർ ബി ഓർ സി വരുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രാവശ്യം മാത്രമാണ് എ ഓർ ബി ഓർ സി എഴുതിയിട്ടുള്ളത്. പിന്നെ എന്താണ്, എ കോംപ്ലിമെന്റ് ബി ഓർ സി അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എ കോംപ്ലിമെന്റ് ബി ഓർ സി എഴുതിയിട്ടുണ്ട്. പിന്നെ എ കോംപ്ലിമെന്റ് ഓർ ബി ഓർ സി കോംപ്ലിമെന്റ് ആ ടേം നമ്മളിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, ഒരു പ്രാവശ്യമാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, എ ഓർ ബി കോംപ്ലിമെന്റ് ഓർ സി ആ ടേം നമ്മളിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടേമും എ കോംപ്ലിമെന്റ് ബി ഓർ സി എന്ന് പറയുന്ന ടേമും എ കോംപ്ലിമെന്റ് ബി ഓർ സി ടേമും റിപ്പീറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് അത് ഒറ്റ പ്രാവശ്യം മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ.
ഓക്കെ. ഇനി നെക്സ്റ്റ് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും 1 അല്ലേ. ബി എന്ന് പറയുന്നത് 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എഫ് ഈക്വൽ ടു ഇത്രയും ടേംസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താ വരിക 1 ആണ് വരിക. പിന്നെ ബി സി എന്ന് പറയുന്നത് 0 0, കാരണം 1 വരുമ്പോഴാണ് അവിടെ കോംപ്ലിമെന്റ് പ്രൈം ഫോമിലാവുന്നത് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടേമിൽ എന്താ കിട്ടുന്നത് നമുക്ക്? നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ഇത് 0 ആണ് വരിക. അപ്പോൾ 1 0 1 ആണ് കിട്ടുക. നെക്സ്റ്റ് നമുക്ക് എന്താ വരിക? 0 0 0 ആണ് കിട്ടുക. നെക്സ്റ്റ് നമുക്ക് കിട്ടുക 0 1 0 ആണ് കിട്ടുക. ഓക്കെ, അതിനെ നമ്മൾ ഒരു ജസ്റ്റ് ഈ ഒരു അറേഞ്ച്മെന്റ് ചേഞ്ച് ചെയ്തതാണ്. കാരണം 0 0 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 0 ആണല്ലോ, അത് ആദ്യം എഴുതി. പിന്നെ 2ന്റെ ടേം നമ്മൾ എടുത്ത് എഴുതി, പിന്നെ 4ന്റെ എഴുതി, പിന്നെ 5ന്റെ എഴുതി. അതൊരു ക്രമമായിട്ട് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഈ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഒരു ഓർഡറിൽ നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള മാക്സ് ടേംസ് എന്ന് പറയുന്നത് M0 ആൻഡ് M2 ആൻഡ് M4 ആൻഡ് M5 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഷോർട്ട് ആയിട്ട് അല്ലെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ എഫ് ഓഫ് എ ബി സി. ഇവിടെ ഡി വേണ്ട, ഓക്കെ, കാരണം നമ്മുടെ ബൂളിയൻ ഫംഗ്ഷൻ്റെ അകത്ത് 3 വേരിയബിൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എ ബി സി ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേംസ് ഓഫ് 0 to 4 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾജിബ്രേക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാനോനിക്കൽ POS ഫോമിൽ എഴുതാം. വേണമെങ്കിൽ നമുക്ക് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ടും ഇതിനെ കണ്ടുപിടിക്കാം. ഇത് നിങ്ങളൊരു കാര്യം ചെയ്യാം, ഈ ഒരു ബൂളിയൻ ഫംഗ്ഷൻ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് തന്നെയാണോ കിട്ടുന്നത് നോക്കുക. പ്രൊഡക്റ്റ് ഓഫ് എന്താണ്, ഏതൊക്കെ മാക്സ് ടേംസ് ആണ്? 0 2 4 5. ഇപ്പോൾ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കുക. ട്രൂത്ത് ടേബിൾ ഏത് ബൂളിയൻ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ള ബൂളിയൻ ഫംഗ്ഷൻ ഇത് ഓൾജിബ്രേക്കലിയാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് എഫ് ഈക്വൽ ടു എ ബി ഓർ എ കോംപ്ലിമെന്റ് സിന്റെ ട്രൂത്ത് ടേബിൾ വരക്കുക. 3 വേരിയബിൾസ് ആണുള്ളത് എ ബി സി. അതിന്റെ പോസിബിൾ കോമ്പിനേഷൻസ് 1 ആഡ് ചെയ്യുന്ന രീതിയിൽ വരുന്ന രീതിയിൽ പോസിബിൾ കോമ്പിനേഷൻസ് എഴുതുക. അതിന് ഇക്വലന്റ് ആയിട്ട് എഫ് കണ്ടുപിടിക്കുക. ആ എഫിൽ 0 വാല്യൂസ് വരുന്നതിന് ഇക്വലന്റ് ആയിട്ടുള്ള പോസിബിൾ കോമ്പിനേഷൻ ആണ് നമ്മൾ മാക്സ് ടേംസിനെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് ഈ ഒരു ടേംസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അത് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.